സെക്രട്ടേറിയറ്റിൽ മാധ്യമ വിലക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മനസ്സിലാക്കാനായില്ലെന്ന് CPIM. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിൽ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തി UDF സർക്കാർ. അക്രഡിറ്റേഷനുള്ള മാധ്യമങ്ങൾക്ക് പോലും അനുമതിയില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പരിശോധനകൾക്ക് ശേഷമാണ് മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ കാർഡുകൾ നൽകുന്നത്. ബന്ധപ്പെടേണ്ട വകുപ്പിലെ ശുപാർശ കത്തില്ലാതെ മാധ്യമപ്രവർത്തകരെ അകത്ത് കയറ്റി വിടേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ ഒരാഴ്ച മുമ്പ് തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ മറ്റ് ഓഫീസുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയെ അതിജീവിച്ച് പാർട്ടി തിരിച്ചു വരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത്തരത്തിലൊരു പരാജയം മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സംസ്ഥാന കമ്മിറ്റിക്ക് സാധിച്ചില്ലെന്ന ആത്മവിമർശനം അംഗീകരിക്കുകയാണ്. 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് നൽകി. തങ്ങൾ വിജയിക്കുവാൻ സാധിക്കാത്ത ചില മണ്ഡലങ്ങളിൽ UDF BJPക്ക് വോട്ട് നൽകുകയും ചെയ്തു. കോൺഗ്രസ് BJP ഡീലാണ് നടന്നതെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങൾക്ക് ബോധ്യമായി. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് സ്വയം വിമർശനപരമായി വിലയിരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർക്കെതിരായ കേസിൽ പ്രതികളായ 5 ഗൺമാൻമാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. വധശ്രമ കുറ്റം പ്രാഥമികമായി നിലനിൽക്കുന്നില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കേസിൽ 1 മണിക്കൂറിനുള്ളിൽ കുറ്റം ചുമത്തിയ വകുപ്പ് മാറ്റിയതെങ്ങനെയെന്നും പലതവണ ദൃശ്യങ്ങൾ കണ്ടിട്ടും അവർ പ്രതിഷേധകരുടെ തലയ്ക്കടിക്കുന്നത് വ്യക്തമാകുന്നില്ലല്ലോ എന്നും കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചു. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് കിട്ടിയതെങ്ങനെ എന്ന ചോദ്യമടക്കം UDF സർക്കാർ നിയോഗിച്ച SITക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോടതി ഉയർത്തിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ദുരിതബാധിതർക്കും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി. തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി K മുരളീധരൻ ധനസഹായം വിതരണം ചെയ്തു. അപകടത്തിൽ ജീവൻ നഷ്ടമായ 16 പേരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും മറ്റ് ദുരിതബാധിതർക്കും 50,000 വീതവുമാണ് നൽകിയത്. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനുകളിൽ വീഴാനും അതുവഴി ലൈൻ പൊട്ടി വീഴാനും സാധ്യത ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ താഴ്ന്നു കിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ അവയുടെ സമീപത്തേക്ക് പോകരുതെന്നും കമ്പികളിൽ സ്പർശിക്കാനോ അവ നീക്കം ചെയ്യാൻ ശ്രമിക്കാനോ പാടില്ലെന്നും നിർദ്ദേശം നൽകി. കൂടാതെ ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ ഉടൻ സമീപത്തെ KSEB സെക്ഷൻ ഓഫീസിലോ KSEBയുടെ അടിയന്തര സഹായ നമ്പറായ 9496010101 വിവരം അറിയിക്കണമെന്ന് വ്യക്തമാക്കി. ജൂൺ 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മധ്യപ്രദേശിലെ കോൺഗ്രസ് MLAമാരെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിലേക്ക് മാറ്റുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP 3ാമത്തെ സ്ഥാനാർത്ഥിയെ അപ്രതീക്ഷിതമായി നിർത്തിയതിനെ തുടർന്നാണിത്. മധ്യപ്രദേശിൽ നിന്നുള്ള 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വസതിയിൽ CIT സംഘം പരിശോധന നടത്തി. വ്യാജരേഖ കേസ് അന്വേഷിക്കുന്ന CIT സംഘമാണ് കൊൽക്കത്തയിലെ മമതയുടെ വസതിയിൽ എത്തിയത്. പ്രതിപക്ഷ നേതാവായി സോവൻദേവ് ചട്ടോപാധ്യായെ നിയോഗിച്ച TMC കത്തിലെ ഒപ്പുകൾ വ്യാജമെന്ന പരാതിയാണ് CID അന്വേഷിക്കുന്നത്. അതിരൂക്ഷമായ വായു മലിനീകരണം കാരണം രാജ്യ തലസ്ഥാനം ശ്വാസം മുട്ടുമ്പോൾ നഗരത്തിൽ അവശേഷിക്കുന്ന പച്ചത്തുരുത്തുകൾ വൻകിട നിർമ്മാണ പദ്ധതികൾക്കായി ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി. നഗരത്തെ എന്താക്കി മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും നഗരത്തിലെ ജനങ്ങളുടെ ശ്വാസകോശം കൂടിയാണ് ഇത്തരം പദ്ധതികളിലൂടെ ഇല്ലാതാകുന്നതെന്നും ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണ തുറന്നടിച്ചു. ലുട്യോൺസ് ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ജയ്പൂർ പോളോ ഗ്രൗണ്ട് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ നോട്ടീസിനെതിരെ ഇന്ത്യൻ പോളോ അസോസിയേഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം. ഇറാൻ മുൻ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ഈ മാസം അവസാനത്തോടെ നടക്കുമെന്ന് റിപ്പോർട്ട്.
ഫെബ്രുവരി 28-ന് US ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങളാലും മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങളാലും സംസ്കാരം മാസങ്ങളോളം നീണ്ടുപോവുകയായിരുന്നു. ഇസ്ലാമിക് കലണ്ടറിലെ മുഹറം മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾക്ക് ശേഷം ചടങ്ങുകൾ നടത്താനാണ് നിലവിൽ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ജൂൺ 25 അല്ലെങ്കിൽ 26ഓടെ സംസ്കാരം നടക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം. ജനകീയ കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും പാകിസ്ഥാൻ സുരക്ഷാ സേനയുമാണ് ഏറ്റുമുട്ടിയത്. 200-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.